ഹരി, കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇപ്പോഴും വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കാണോ? അതെ, വീട്ടിലാകെയുള്ള വരുമാനം എന്റേതാണ്. ഇപ്പൊ ഭാര്യയായി, നാളെ കുട്ടികളുണ്ടാവും. ശമ്പളത്തിൽ നിന്ന് കുറച്ചൊക്കെ സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും. എന്റെ അച്ഛനും അമ്മയും എന്നെ ഈ നിലയിൽ എത്തിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. വീട്ടുകാരെ മറക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. കിട്ടുന്നതെല്ലാം വീട്ടിലേക്ക് കൊടുത്തോണ്ടിരുന്ന ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സരോജിനി എന്നെ ഉപദേശിച്ചുകൊണ്ടാ ഞാൻ വേറെ മാറി താമസിച്ചത്. ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാന്ന് വെച്ചാ ആയുസിന്റെ പകുതി അങ്ങ് പോവും. പെങ്ങന്മാരെയും കെട്ടിച്ചയച്ച് അനിയനെയും പഠിപ്പിച്ച് ഒരു നല്ല നിലയിലാക്കിയ ശേഷം സ്വന്തം കാര്യം നോക്കാമെന്ന് വെച്ചാൽ കയ്യിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വീടുണ്ടാക്കി മാറി താമസിക്കാൻ നോക്ക്. എല്ലാ കടപ്പാടും തീർത്തിട്ടുള്ള ജീവിതത്തിനായിരിക്കും കൂടുതൽ സ്വസ്ഥത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ എങ്ങനെയമ്മ ശരിയാവുന്നേ? ഞാൻ എവിടെ എല്ലാവർക്കും വെച്ചു വിളമ്പി കൊടുക്കാനാണെങ്കിൽ പിന്നെ ഇത്രയൊക്കെ പഠിച്ചതെന്തിനാ? ഞാൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജോലി കിട്ടിയ പോണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അടുക്കള ഭരണം നിന്റെ കയ്യിൽ വന്നാ പിന്നെ എല്ലാവരും നീ വരയ്ക്കുന്ന വരയെ നിൽക്കും. ഹരി ആരുടെ കയ്യിലാ ശമ്പളം ഏൽപ്പിക്കുന്നത്? വീട്ടിലെവിനുള്ളത് അമ്മയുടെ കൊടുക്കും, ബാക്കി കാശ് ഹരിയേട്ടനയിലുണ്ടാവും. അയ്യേ, ആ ഏർപ്പാട് നീ ഇതുവരെ നിർത്തിയില്ലേ? കല്യാണം കഴിഞ്ഞാ അതിനുള്ള അവകാശം ഭാര്യയ്ക്കാ. അയ്യോ, ഹരിയേട്ടനത് ഫീൽ ചെയ്താലോ? അതൊക്കെ തഞ്ചത്തിൽ വാങ്ങിയെടുക്കണ്ടേ? കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ നിന്റെ അച്ഛനും ഞാനും വേറെ മാറി താമസിച്ചില്ലേ? അതൊന്നും ഒരു തെറ്റല്ല. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നതാ. ഇനി എല്ലാം നിന്റെ മിടുക്കോലിരിക്കും. എന്താ ഒരു മൂടോട്ട്? ഏയ്, ഒന്നുമില്ല. എനിക്കറിയാം ഹരിയേട്ടാ. അമ്മ പറഞ്ഞതല്ല നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ? നമ്മുടെ ഭാവി നന്നായി കാണണമെന്ന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവരാ എന്റെ അച്ഛനും അമ്മയും. അല്ലെന്നാരെങ്കിലും പറഞ്ഞോ? ആ, താൻ കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ പോകാനുള്ളതാ. എന്താ, നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പോയ പോരെ? നാളെ അവധിയല്ലേ? അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് അതൊരു വിഷമാവും. ഒരു വിഷമം ഉണ്ടാവില്ല. എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തിയേ പറ്റൂ. എന്റെ വീട്ടിൽ ഒരു ദിവസം നിൽക്കാൻ ഹരിയേട്ടൻ എന്തൊരു ശ്വാസം മുട്ടല. അതുപോലെയാ മറ്റുള്ളവർക്കൊന്ന് ഓർമ്മ വേണം. കല്യാണം കഴിഞ്ഞാൽ ഒരു ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. ഓ, അത് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ മേഴ്സി, ഇന്ന് അവധി ദിവസമാണ്, കടകളൊന്നും തുറക്കില്ല. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാ. മനസ്സിലാവത്തോണ്ടല്ലോ. ഹരി, ഹരി, റോയ് സാറും ഭാര്യയും. പാസ്പോർട്ട് അല്ല, റേഷൻ കാർഡ് എടുത്തോണ്ട് നടക്കാം. ഒന്ന് പോണോ? യുവമിഥുനങ്ങൾ എവിടുന്ന് വരുന്നു? ശൈലജയുടെ വീട് വരെ ഒന്ന് പോയതാ. റോയ് സാറിനെ അറിയാം, പരിചയപ്പെടുത്തണം. നമസ്കാരം. ഇതെന്റെ പ്രിയതമ മേഴ്സി, മലയാളത്തിൽ ദയ. പേരും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല. മേഴ്സി കില്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാ ഇപ്പൊ എന്റെ അവസ്ഥ. എവിടെ താമസിക്കുന്നത്? ഇവിടുന്ന് 4 കിലോമീറ്റർ പോയാൽ മതി. 5 ഹരിക്കറിയാം. വീട്ടിലൊന്ന് കയറിയിട്ട് പോവാം. നിങ്ങൾക്കൊരു വിരുന്ന് തന്നില്ല എന്ന പരിഭവം തീരുമല്ലോ. നടു റൂട്ടി വെച്ചാണോ വിരുന്ന് ക്ഷണിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഫോർമാലിറ്റി ഒന്നും ഇല്ലെന്നേ. നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട് ഫോർമാലിറ്റി. വഴക്ക് വേണ്ട, ഞങ്ങൾ വരാം. അല്ലേ? വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാവുകയില്ല. തറവാട്ടി താമസിച്ചാലൊന്നും ശരിയാവൂല ശൈലജെ. റോയച്ചന് സ്വന്തം വീട്ടിൽ താമസിക്കുന്നതായിരുന്നു ഇഷ്ടം. കിട്ടുന്ന കാശ് മുഴുവനും അവിടെ ചെലവാക്കും. ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോ പിടിച്ച പിടിയാലെ ഞാൻ ഇങ്ങ് കൊണ്ടുപോന്നു. നമ്മുടെ ജീവിതത്തിനൊരു സ്വാതന്ത്ര്യവും സുഖം കിട്ടണമെങ്കിൽ മാറി തന്നെ താമസിക്കണം. നമ്മൾ അന്യവീട്ടിൽ നിന്ന് കയറി ചെല്ലുന്നവരില്ലേ, ആ വ്യത്യാസം എപ്പോഴും നമ്മളോട് അവര് കാണിക്കും. ഒന്ന് നന്നായി ശ്വാസം വിടണമെങ്കിൽ അമ്മായിയമ്മയെ പേടിക്കണം. എവിടെയെങ്കിലും പോകുമ്പോ നാത്തോന്മാരെ കൂടി എഴുന്നള്ളിക്കണം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം ഇപ്പൊ ഇവിടെയുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്നും വാങ്ങണമെങ്കിൽ ആരോടും അനുവാദം ചോദിക്കണ്ടല്ലോ, ആരെയും കണക്കും ബോധിപ്പിക്കണ്ട. എന്റെ ഭർത്താവിനിപ്പോ ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ചുരുക്കി പറഞ്ഞ ആകെ പ്രശ്ന. എന്റെ വീട്ടുകാർക്ക് മേഴ്സിയെ ഇഷ്ടമല്ല. മേഴ്സിക്ക് തിരിച്ചവരെ 2 കൂട്ടരെ യോജിപ്പിച്ചുകൊണ്ട് പോകാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. ഒരു കോംപ്രമൈസ് ഫോർമുല എന്ന നിലയ്ക്ക് അവസാനം വേറെ വീടെടുത്ത് താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. ജീവിതമല്ലേ, രണ്ടാമതൊന്ന് ജീവിക്കാൻ പറ്റുമോ? ഭാര്യയുടെ വാക്ക് കേട്ട് എന്റെ വീട്ടുകാരോട് നന്ദിയേട് കാട്ടിയല്ലോ എന്ന കുറ്റബോധവും അമർഷവും ദുഃഖവും ആദ്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് അവൾ ആ വാശി കാട്ടിയതുകൊണ്ടല്ലേ ഹരി സന്തോഷകരമായ ഒരു കുടുംബജീവിതം എനിക്ക് കിട്ടിയത്. ഞാനിപ്പോ തൃപ്തനാണ്. മേഴ്സിയുടെ കണ്ണുകൾ നിറഞ്ഞ ഞാനിപ്പോ പൊട്ടിക്കരയും.
മേഴ്സി, എന്റെ മേഴ്സി. എന്താ റോയിച്ച? റോയിച്ചിന് ഇതാ ഒരു കുഴപ്പം. രണ്ടെണ്ണം അകത്ത് ചെന്ന സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങും. ഞാൻ സ്വല്പം ഇമോഷണലായി. മതി മതി, ഇനി ഊണ് കഴിച്ചിട്ടാവാം. വരൂ. One second. Hold me. സമയായി പോവാം. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഹരിയേട്ട, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട ഇഷ്ടാവോ? എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നതാ എനിക്കിഷ്ടം. വീട്ടിലാണെങ്കിൽ ഒരു പ്രൈവസി ഇല്ല. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും വന്നിരിക്കണം. നമുക്ക് ഒരു വാടക വീടെടുത്ത് ടൗണിലേക്ക് മാറി താമസിച്ചാലോ? എനിക്ക് ഹരിയേട്ടന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഹരിയേട്ടന് കോളേജിൽ പോയി വരാൻ എളുപ്പമല്ലേ? നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിലും പോയിട്ട് വരാം. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടാ ശൈലജ. ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമുള്ള എല്ലാ കാര്യത്തിനും ഒരു ബുദ്ധിമുട്ട്. അല്ലേലും ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാ ഹരിയേട്ടനെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ. ഇങ്ങനെ ഒരു തലയിലേക്ക് ആയിപ്പോയല്ലോ എന്റെ ദൈവമേ. നീ എന്താ ഇത്ര ലേറ്റ് ആയത്? ഇന്ന് കട ഒഴിവാ. ഇത്രയും നേരം ഡ്രൈ ക്ലീനിങ് കടയുടെ മുമ്പ് വായി നോക്കി ഇരിക്കായിരുന്നു. ഞായറാഴ്ച കട തുറക്കാറുള്ളതാണല്ലോ. ഇന്ന് തുറന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വല്ലയിടത്തും പോകുമ്പോ കൊടുത്തോണ്ട് പോകാൻ ആകെയുള്ള ഒരു നല്ല സാരിയാ. നിനക്ക് അത് ഇവിടെ തന്നെ തേച്ച് റെഡിയാക്കായിരുന്നില്ലേ? ഇനിയിപ്പോ പോണ്ടെന്ന് വെക്ക്. ചേച്ചിക്ക് ആകെയുള്ള ഒരു കൂട്ടുകാരിയാ. സുജാതെ, നീ ചെന്ന് ശൈലി ചേച്ചിയോട് ഒരു സാരി തരാൻ പറ. അതൊന്നും വേണ്ടമ്മേ, എനിക്ക് എല്ലാ മക്കളും ഒരുപോലെയാ. നിങ്ങൾക്ക് വൈകി ഞാൻ പൊക്കോളാം. വാടി. ശൈലിജെ, മോളെ കയ്യിൽ ഒരുപാട് നല്ല സാരികളുണ്ടല്ലോ. അതിന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കാൻ കൊടുക്കും. കല്യാണത്തിന് പോവാനാ. അവള് വൈകിട്ട് വരുമ്പോ കൈ തരും. അയ്യോ, എന്റെ കയ്യിൽ പുതിയ സാരിയൊന്നും ഇല്ലല്ലോ. പഴയതായാലും മതി. എന്റെ സാരിയൊന്നും ഞാൻ ആർക്കും കൊടുക്കാറുമില്ല. ഒരു സാരി തലക്കാലത്തേക്കൊന്ന് കൊടുക്കാൻ കൊടുത്തു വെച്ച് ഞാൻ പറഞ്ഞില്ല എനിക്കത് ഇഷ്ടമല്ലാന്ന്. സാരല്ല, മോള് വിഷമിക്കണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോയി ചോദിക്കണ്ടെന്ന്. നീ വാ. എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? ഇവിടുന്ന് കല്യാണത്തിന് പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയില്ല. ഏത് കോടീശ്വരന്റെ മോളായാലും ഇത്രയും അഹങ്കാരം പാടില്ല. എവിടുന്ന് വന്നതാ തൊട്ടാലൊഴുകുന്ന ഒരു വെണ്ണക്കട്ട. അമ്മേ ഒന്നാതിരേടി. എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്തേക്ക് പറയും. അവളെന്തായാലും മൂക്കി കയറ്റു. കാര്യം എന്താണെന്ന് പറയും മുത്തശ്ശി. സുജാതയ്ക്ക് ആകെയുള്ള ഒരു നല്ല സാരി നിന്റെ കല്യാണത്തിന് നീ മേടിച്ചു കൊടുത്തതാ. അത് അലക്കാൻ കൊടുത്ത് കിട്ടിയില്ല. അവളുടെ വിഷമം കണ്ടപ്പോ നിന്റെ അവളോട് ഒരു സാരി കൊടുക്കാൻ ചോദിച്ചു. അപ്പൊ അവള് പറയാ അവളുടെ സാരി ആർക്കും കൊടുക്കില്ല. അവളെ കയറൂരി വിട്ടിരിക്കല്ലേ, ഇവന് വേണം രണ്ടു കൊടുക്കാൻ. വയസ്സ് 10-75 ഇനി ഏറിയ 3-4 കൊല്ലം കൂടി. അതിനിടയ്ക്ക് എന്തെല്ലാം കാണണ എന്റെ ഈശ്വര. എന്റെ സാരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കുന്നതും മറ്റുള്ളവരുടെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല. സാരി എന്നല്ല ഒരു സാധനം. ഞങ്ങൾ ഈ വീട്ടിൽ ആരോഗ്യശാസ്ത്രം നോക്കിയൊന്നുമല്ല ജീവിക്കുന്നത്. ഉള്ള വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കൊടുക്കാറുണ്ട്. ആരും ഒന്നും അങ്ങനെ സ്വന്തമാക്കി വെച്ചിട്ടുമില്ല. എന്നാലേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഒരാൾ ഉപയോഗിക്കുന്ന സാരി, ചീപ്പ്, സോപ്പ്, ടവല് ഇതൊന്നും മറ്റൊരാൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാ കൊടുക്കാതിരുന്നേ. ഈ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറേണ്ട നീ ഇങ്ങനെയൊക്കെ കാണിച്ചാലോ? ഇന്നെന്റെ സാരിയെ ചോദിച്ചുള്ളൂ, നാളെ എന്റെ മാലയും വളയൊക്കെ ചോദിക്കാൻ തുടങ്ങും. ഈ വക എക്സ്ചേഞ്ച് ഒന്നും എനിക്കിഷ്ടമല്ല. ഈ എക്സ്ചേഞ്ചിന്റെ പിന്നിലുള്ള സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വില തനിക്ക് ഇന്നറിയില്ല. അല്ലെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ അല്പം മനുഷ്യപ്പറ്റ് വേണം. ഓ, വല്ലവരുടെ സാധനങ്ങളായിരുന്നു വാങ്ങിക്കുന്നതായിരിക്കും മനുഷ്യപ്പറ്റ്. നിർത്ത്. ഇനിയും ചെയ്ത തെറ്റ് ന്യായീകരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അലമാരക്കകത്തുനിന്ന് നിന്റെ സാരി എല്ലായിടത്തും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ഞാൻ. ഹരി,